ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ടെറാടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഫസ്റ്റത്തെ ലൈവാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കാതെ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. വാട്ട് ഈസ് നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീരീസ് 2, 6, 12, 20, 30? ഈ സീരീസിൽ അടുത്ത നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. 2 + 4 ആണ് 6, 6 + 6 ആണ് 12, 12 + 8 ആണ് 20, 20 + 10 ആണ് 30, then 30 + 12 ആണ് ഇതിൻ്റെ ആൻസർ വരിക. അത് 42 ആണ്. 42 ആണ് ആൻസർ. അപ്പോൾ 42 ആയിരുന്നു ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓഡ് നമ്പർ? ഇത് എളുപ്പമുള്ളൊരു ചോദ്യമാണ്. 49 ആണ് ഇതിൻ്റെ ആൻസർ ആയിരുന്നത്. ഇഫ് ഓൾ, ഇതൊരു കോഡിങ് ക്വസ്റ്റ്യൻ ആണ്. ഓൾ എന്നത് നമ്മളൊരു 25 എന്ന് എഴുതുകയും ബോൾ എന്നത് 27 എന്ന് എഴുതുകയും ചെയ്താൽ ഫോൾ എന്നത് എങ്ങനെ എഴുതുന്ന ചോദ്യം. ഇപ്പം നമുക്ക് നോക്കാം. നമുക്ക് ആൽഫബറ്റിക് ടേബിൾ ഇതിന് ആവശ്യമുണ്ട്. A1, L 12, അപ്പോൾ 2 L, 12ഉം 12ഉം ഇതൊക്കെ പാടെ കൂട്ടിയാൽ 25 ആൻസർ വരിക. ഇനി ഇതിൽ നമ്മളൊന്നും മായ്ക്കേണ്ട ആവശ്യമില്ല. ബോളിന് B ചേർത്ത് കൊടുക്കുക, ബിയോടെയും കൂട്ടുക, അപ്പോൾ കിട്ടുന്നത് 27 ആണ്. ഇനി ഇതിൻ്റെ ഈ 2ക്ക് പകരം നമ്മൾ ഇവിടെ 6 എഫിൻ്റെ നമ്പറായ 6 ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 25 + 6 31 ആണ് നമുക്ക് കിട്ടുന്നത്. 31 ആണ് ആൻസർ. നോക്കാം. 31 ആണ് ആൻസർ. നമ്മുടെ ആൻസർ ശരിയായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ കോഡ് ലാംഗ്വേജ് ടേബിൾ ഈസ് റിട്ടേൺ ആസ് UBCMF. ഹൗ ഈസ് ചെയർ റിട്ടേൺ ഇൻ ദാറ്റ് കോഡ്? ഈ കോഡിൽ എങ്ങനെ ചെയർ എഴുതാന്ന് പറയുന്നത്. ടേബിൾ നമ്മൾ UBCMF എന്ന് എഴുതി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ എഴുതും. അതിനും ആൽഫബറ്റിക് ടേബിൾ നിർബന്ധമാണ്. ടേബിളിൻ്റെ ടീൻ്റെ മുമ്പ് U ആണ്, U. പിന്നെ എൻ്റെ മുമ്പ് സോറി ഇതിങ്ങനെ വരുന്നത് ഈ ആൽഫബറ്റിക് ടേബിൾ ഇങ്ങോട്ട് ആണ് വരുന്നത്. അപ്പോൾ ടിക്ക് ശേഷമാണ് U, എക്ക് ശേഷം B, പിന്നെ ബിക്ക് ശേഷം C, എല്ലിന് ശേഷം M, ഇക്ക് ശേഷം F. ഇതാണ് ടേബിളിൻ്റെ കോഡ്. അപ്പോൾ നമ്മളെങ്ങനെ ചെയർ കോഡ് ചെയ്യും? ഇത് CD ആക്കും. അപ്പോൾ ആദ്യം D, പിന്നെ H I ആകും. അപ്പോൾ DI. പിന്നെ AB ആകും. IJ ആകും. പിന്നെ RS ആകും. അപ്പോൾ ഇത് നമ്മുടെ ഓപ്ഷനിലുണ്ടോ നോക്കാം. നമുക്ക് ഓപ്ഷനിലുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. ഓപ്ഷൻ B ആണ്. അപ്പോൾ ഇത് കറക്റ്റാണോ നമുക്കൊന്ന് നോക്കാം. അത് ശരിയായിരുന്നു. നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ. 16, 33, 65, 131. ഇതിലൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്.
പാറ്റേൺ എന്നത് ഞാൻ കാണിച്ചുതരാം. 16 × 2 പ്ലസ് 1 ഇവിടുത്തെ പാറ്റേൺ. 16 × 2 32 പ്ലസ് 1 33. പിന്നെ 16-ന് 31 എടുക്കുക, 33 എടുക്കുക. 33 × 2 -1 ഇവിടെ സംഭവിച്ചിരുന്നത്. 33 × 2 66, 66 -1 65 ഇവിടെ ആൻസർ ആയിരുന്നത്. പിന്നെ 65 × 2 പ്ലസ് 1 131. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. വീഡിയോ അല്ലാതെ ലോങ് ആക്കേണ്ട കരുതിയാണ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ 131-നെ × 2 ചെയ്യുക, എന്നിട്ട് -1 ചെയ്യുക കേട്ടോ. അപ്പോൾ 131-നെ × 2 ചെയ്താൽ 262 കിട്ടും. അതിന് -1 261. ഇതിലെല്ലാവർക്കും ഈ 262 കിട്ടുമ്പോൾ തന്നെ സി ആണ് ആൻസർ അറിഞ്ഞ് കറുപ്പിക്കരുത്, അത് തെറ്റിപ്പോകും. ബി ആണ് ആൻസർ. അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ. നമുക്കൊന്ന് നോക്കാം. ഇതന്നെയായിരുന്നു ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. Which letter come exactly in the middle of A and M? എയുടെയും എമ്മിൻ്റെയും ഇടയിൽ ഏതാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനും ആൽഫബറ്റിക് ടേബിൾ നമുക്ക് ആവശ്യമാണ്. ഇതിൽ എ ഇവിടെ, എം ഇവിടെ. അപ്പോൾ എയുടെയും എമ്മിൻ്റെയും ഇടയിലുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ഓർമ്മ 1 2 3 4 5. ഇനി ഇവിടുന്ന് 5 1 2 3 4 5 6. അപ്പോൾ മിഡിലുള്ള ഒരാളെ കിട്ടി നമുക്ക്. ജി ആണ് മിഡിലിൽ. അപ്പോൾ ആൻസർ ജി ആണ്. നോക്കാം. ജി ആയിരുന്നു ആൻസർ. ഇനി അടുത്തത് നമുക്കൊന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. If in a certain code send is written as RDMC, how will maze be written in this code? ഈ കോഡിൽ എങ്ങനെ മേസ് എഴുതാന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിന് നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എസിൻ്റെ മുമ്പാണ് 6 വരുന്നത്. അപ്പോൾ സെൻഡ് എന്നുള്ളത് ഈൻ്റെ മുമ്പാണ് എഫ്. അപ്പോൾ RF സെൻറ്റിൻ്റെ ആണ് ഞാൻ പറഞ്ഞത്. RF അല്ല വരുന്നത്, RD ആണ് വരുന്നത്. സെൻറ്റ് ഈൻ്റെ മുമ്പ് ഈൻ്റെ ശേഷം അടുത്തത് ഈൻ്റെ മുമ്പ് ഡി, പിന്നെ എൻ്റെ മുമ്പ് എം, ഡിയുടെ മുമ്പ് സി. ഇതാണ് സെൻറ്റിൻ്റെ കോഡ്. നമുക്ക് മേസിൻ്റെ കോഡ് കണ്ടുപിടിക്കാം. എമ്മിൻ്റെ മുമ്പ് പറയുന്നത് എല്, എയുടെ മുമ്പ് ഇല്ല. ഇവർക്ക് മുമ്പ് ഇല്ലെങ്കിൽ നമ്മൾ സെഡ് ആണ് അതിൻ്റെ മുമ്പാക്കി എടുക്കുക. അപ്പോൾ സെഡ് പിന്നെ സെഡിൻ്റെ മുമ്പ് വൈ, ഇയുടെ മുമ്പ് ഡി. അപ്പോൾ LZYD ആണ് ഇതിൻ്റെ ആൻസർ. നമുക്ക് നോക്കാം. LZYD ആയിരുന്നു ആൻസർ. അടുത്ത നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 50? 50യുടെ മുകളിലുള്ള ലാർജസ്റ്റ് പ്രൈം നമ്പർ എന്നത് 53 ആണ്.
അപ്പോൾ കറക്റ്റ് ആൻസർ ആണെന്ന് നോക്കാം. അത് 53 ആയിരുന്നു ആൻസർ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. എ ക്ലോക്ക് ഷോസ് 2:30. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഹവർ ആൻഡ് മിനിറ്റ് ഹാൻഡ്? ഹവർ ഹാൻഡിൻ്റെയും മിനിറ്റ് ഹാൻഡിൻ്റെയും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഞാൻ ചെയ്യുന്ന ട്രിക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ട്രിക്കിലൂടെ ഒന്ന് പറഞ്ഞു തരാം. 11 അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. 11 × 30. 30 അറിയുന്ന മിനിറ്റാണ്. മിനിറ്റിനെ 11 കൊണ്ട് ഗുണിക്കുക. നമുക്ക് 3:30 എന്ന് കിട്ടും. പിന്നെ ഹവറിനെ 16 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 120 എന്ന് കിട്ടും. എന്നിട്ട് ഇത് തമ്മിൽ ഒന്ന് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 330 - 120 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കിട്ടും 210. അപ്പോൾ 210/2 ചെയ്യുക. 1.05. അപ്പോൾ നമുക്ക് കിട്ടും 105 ഡിഗ്രി എന്നത്. നമുക്ക് അതുതന്നെയാണ് നോക്കാം. 105 ഡിഗ്രിയാണ് എൻ്റെ ആൻസർ. ഇനി നമുക്ക് ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 10th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ലയൺ, ടൈഗർ, എലഫൻറ്റ്, ക്യാറ്റ്. ഇതിലേതാണ് ഓഡ് വൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് മിക്ക പേർക്കും എളുപ്പമായിരിക്കും. എന്നാലും ചിലവർക്ക് സംശയം ഉണ്ടാകും. ചിലവർ ക്യാറ്റ് എന്ന് എഴുതാൻ സാധ്യതയുണ്ട്. കാരണം അതാണല്ലോ വൈൽഡ് ആനിമൽ അല്ലാത്തത്. അപ്പോൾ അതല്ല ആൻസർ. ഇവർ മൂന്നാളും ക്യാറ്റിൻ്റെ ഫാമിലി പെടുന്നതാണ്. എലഫൻറ്റ് മാത്രമാണ് ക്യാറ്റിൻ്റെ ഫാമിലി പെടാത്തത്. അപ്പോൾ അതാണ് ആൻസർ. നോക്കാം. എലഫൻ്റാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞു. ബൈ.